എല്ലാവർക്കും നമസ്കാരം. മഹാലക്ഷ്മി സിനിമ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയും ലേഖയും കൂടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അനന്തുവിൻ്റെ വീട്ടിലെത്തി. അനന്തു ഒപ്പം അവിടെ ഉണ്ട്. അപ്പോൾ അനന്തു ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ട് വന്നേക്കുവാണ് കണ്ണനുമായിട്ട് മറ്റേ സാഗർ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിൻ്റെതായ ഒരു അകൽച്ച അനന്തു കാണിക്കുന്നുണ്ട് മഹാലക്ഷ്മിയോട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കയറിയിരിക്കുന്നില്ലേ മഹി, കുടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ടില്ല, കണ്ണേട്ടൻ വെയിറ്റ് ചെയ്യും, കണ്ണേട്ടൻ ഇപ്പോൾ വിളിക്കാൻ തുടങ്ങും, അതുകൊണ്ട് ഞാൻ പോവാ, ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി അവിടെ കയറുന്നില്ല. അതിനിടയ്ക്കൂടെ അനന്ത് ചോദിക്കുന്നുണ്ട്, ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ, ഏത് ഡ്രൈവറാണ് നിങ്ങളുടെ കൂടെ വന്നത്? സാഗർ എന്നൊരു ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ, സാഗറിനെ ഭയങ്കര കാര്യമല്ലേ മഹാലക്ഷ്മിക്കും കണ്ണനും ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മഹാലക്ഷ്മി അതിന് പൂർണ്ണമായിട്ടൊരു ഉത്തരം പറയുന്നില്ല. ആ കുഴപ്പമൊന്നുമില്ല, അയാൾ ഡ്രൈവറൊന്നുമല്ല, ഓഫീസ് സ്റ്റാഫാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അനന്തിന് പക്ഷേ മനസ്സിലായി, സാഗറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേനും മഹാലക്ഷ്മിയുടെ ഫേസ് അങ്ങ് മാറുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ കാറിൽ കയറി അങ്ങ് പോവാണ് ഓഫീസിലേക്ക് കണ്ണൻ്റെ അടുത്തോട്ട്. അപ്പം ലേഖ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അനന്തുവേട്ടന് മഹാലക്ഷ്മി എപ്പോഴും കാണുന്ന പോലെ ഒരു സന്തോഷമില്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം അനന്തു പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിന്നോട് പറയാമെന്ന് പറഞ്ഞിട്ട് അനന്തു പറയുവാണ്, ഇങ്ങനെ കണ്ണൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മളത് നേരെയാക്കി എടുക്കണം. ഈ മഹാലക്ഷ്മി കണ്ണനെ ചതിക്കുവാണോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊരു ക്ലാരിറ്റി വേണം. അതുപോലെ എന്തുകൊണ്ട് മഹാലക്ഷ്മി ഈ കല്യാണത്തിന് പെട്ടെന്ന് തന്നെ യെസ് മൂളുകയും ചെയ്തു, ഈ കല്യാണം സമ്മതിക്കുകയും ചെയ്തു, അതിൻ്റെ റീസണും അറിയണം. മഹാലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടിയുടെ ക്യാരക്ടർ ശരിക്കും അറിയണം. ആ ക്യാരക്ടർ കൊള്ളത്തില്ലെങ്കിൽ അവളെ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കണം. അതുപോലെ തന്നെ സാഗറാണ് കള്ളൻ പറഞ്ഞെങ്കിൽ അവനെ അവിടുന്ന് പുറത്താക്കണം. അപ്പോൾ ഇതിലൊരു തീരുമാനം അറിയണം എന്നുള്ള രീതിയിലാണ് അനന്തു നിൽക്കുന്നത്. ലേഖയോട് ഷെയർ ചെയ്തു. പക്ഷെ ലേഖ അത്ര വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ചെറിയ ഡൗട്ടുണ്ട് മഹാലക്ഷ്മിയെ. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതാണ്, അതായത് എന്തുകൊണ്ട് ഈ കല്യാണത്തിന് മഹാലക്ഷ്മി സമ്മതിച്ചു, വേറൊരു ഉപാധികളും ഇല്ലാതെ എന്തിന് ഈ കല്യാണത്തിന് സമ്മതിച്ചു എന്നുള്ള കാര്യമാണ് അവർക്കൊരു ഡൗട്ട്. കണ്ണനാണെങ്കിൽ കണ്ണന് തലവേദനയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. മഹാലക്ഷ്മി പക്ഷേ ഫ്രണ്ടിൽ വന്നിട്ട് കണ്ണൻ കണ്ടില്ല. പെട്ടെന്ന് മഹാലക്ഷ്മി വന്ന് ചോദിക്കുവാണ്, എന്തോ ആലോചനയെ കണ്ണേട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുവാണ്. അങ്ങ് വന്നോ, അനന്തു അങ്ങ് വന്നോ, അനന്തുവേട്ടനെ കണ്ടു എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുവാണ്, താനിപ്പോൾ എന്താണോ സാഗറിനെ വിളിക്കാത്തത്, പുറത്തൊക്കെ പോകാനെന്ന് വയ്ക്കും. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് അയാളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഓർത്തോണ്ട്, അയാൾ നമ്മുടെ ഡ്രൈവറൊന്നും അല്ലല്ലോ, സ്റ്റാഫല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും മഹാലക്ഷ്മിയുടെ ഫേസിൽ ആ വ്യത്യാസം വരുന്നുണ്ട് സാഗറിനെ പറ്റി പറയുമ്പം. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യുക, ഇനി നമ്മളുടെ ഡ്രൈവർ കുറച്ച് ദിവസത്തേക്ക് കാണത്തില്ല, അപ്പം താൻ സാഗറിനെ വിളിച്ചുകൊണ്ട് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി ആദ്യമേ വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, താൻ എന്തായാലും വിളിച്ചുകൊണ്ട് പോകും, മറ്റേ ഡ്രൈവർ ഇല്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ പണ്ട് ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, അയാൾ എന്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ അതിനൊരു ആൻസർ ഒന്നും പറയുന്നില്ല, അയാളിപ്പോൾ ഇല്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ കണ്ണനാണെങ്കിൽ കണ്ണൻ മനസ്സിൽ പറയുന്നുണ്ട്, ഈ അനന്തു പറഞ്ഞിട്ടാണ് കണ്ണൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, പെരുമാറുന്നതും. കണ്ണന് പൂർണ്ണ വിശ്വാസമാണ് മഹാലക്ഷ്മിയെ. പക്ഷെ അനന്തുവിനെ പിണക്കാനും പറ്റത്തില്ല. അനന്തുവിന് മഹാലക്ഷ്മി എന്താ കറക്റ്റ് ക്യാരക്ടർ അറിയണമെന്നാണ് അനന്തു പറയുന്നത്. അങ്ങനെ സാഗറിൻ്റെ കൂടെ പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ തോമസ് വൈദ്യൻ്റെ അടുത്ത് പോയ കാര്യമൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ലേഖയുടെ കൂടെ. മരുന്ന് മാറ്റി തന്നതും, എന്നിട്ട് പറഞ്ഞിട്ട് മരുന്ന് കലക്കാനുണ്ട്, ഞാൻ നേരത്തെ വീട്ടിൽ പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പം പറഞ്ഞ് സാഗറിനോട് കൊണ്ടുവിടാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി മനസ്സോടെ സാഗറിനോട് പറയുന്നുണ്ട്, സാഗറെ താനിപ്പോൾ ഫ്രീ ആണോ? ആണ് മേഡം. എന്നാൽ താൻ എനിക്കൊന്ന് വീട്ടിൽ കൊണ്ടുവിടണമെന്ന് പറയുവാണ്. ഇത് കേട്ടതും സാഗർ പൂത്തുലഞ്ഞു പോവുകയാണ് മഹാലക്ഷ്മിയുടെ കൂടെ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് സാഗർ ഇതിന് മുമ്പ് മേഘനെ പോയി കാണുന്നുണ്ട്. അപ്പം മേഘൻ എല്ലാം പോസിറ്റീവായിട്ട് പറഞ്ഞേക്കുന്നത്, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ണൻ അവളോട് ചോദിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് നീ ഓർത്തോ, കണ്ണൻ അതെല്ലാം വിശ്വസിച്ചു. ഒരു ദിവസം നിൻ്റെ കൂടെ അവളെ പറഞ്ഞു വിടും, പൊയ്ക്കോളാൻ പറയും, കൂടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണവും തരും ജീവിക്കാൻ, കണ്ണനെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ മേഘനാണെങ്കിൽ സാഗറിനെ പറഞ്ഞ് ഉപദേശിക്കുവാണ്. സാഗനും അപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി, എന്തായാലും കണ്ണൻ എന്തായാലും ഇതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, കണ്ണൻ സാഗറിനെ പറഞ്ഞു വിട്ടിട്ടുമില്ല, അതുകൊണ്ട് എല്ലാം പോസിറ്റീവായിട്ട് വരും, മഹാലക്ഷ്മി സാഗറിൻ്റെ കൂടെ വരുമെന്നൊക്കെ പറഞ്ഞ് മനോക്കോട്ടയൊക്കെ കിട്ടി സാഗർ നടക്കുവാണ്. അങ്ങനെ കാറിലാണെങ്കിൽ ഇരുന്ന് പോകുമ്പോഴത്തേനും സാഗറാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, ഒപ്പം ഞാൻ മേഘൻ സാറ് പറഞ്ഞ പോലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. മഹാലക്ഷ്മിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല സാഗറിനോട്, മഹാലക്ഷ്മി മൈൻഡേ ചെയ്യുന്നില്ല. സാഗർ ഇങ്ങനെ മനക്കോട്ടയെ കൊട്ടി കൂടെ പോവാണ്. മേഘൻ സാറിന് എന്തോ ത്രികാല ജ്ഞാനമുണ്ട്, മേഘൻ സാറ് പറഞ്ഞ പോലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. അയാൾക്ക് മനുഷ്യന്മാരെ നന്നായിട്ട് അറിയാം, അയാൾക്ക് കണ്ണൻ സാറിനെ നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് അയാൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട്.
അതുകൊണ്ട് മിക്കവാറും മഹാലക്ഷ്മി എൻ്റെ കൂടെ തന്നെ വരും, ഞാൻ അവളെയും കൊണ്ട് പോവേണ്ട വരുമെന്നൊക്കെ മനക്കോട്ട കെട്ടി സാഗർ മഹാലക്ഷ്മിയെ കാറിൽ കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ റിവ്യൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്